Welcome back, Socio Batch number 1, Part 3. ക്ലൈമറ്റ് റീജൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഓൾറെഡി നമ്മൾ 2 പാർട്ടിലും ക്ലൈമറ്റ് റീജൻസ് എന്താണ്, നമ്മുടെ ഇക്വേറ്റർ ലാറ്റിറ്റ്യൂഡ് റീജൻസുകളിൽ എവിടേക്കാണ് ഇതിൻ്റെ സ്ഥാനമെന്ന് നോക്കി. ക്ലൈമറ്റ് റീജൻസിൻ്റെ പെർട്ടിക്കുലാരിറ്റി എന്താണ്, അതിൻ്റെ മാറ്റം എന്താണ്, ചേഞ്ചസ് എന്താണ്, ജിയോഗ്രഫി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. 8 പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജൻസിനെ കുറിച്ച് നമ്മൾ നോക്കി. അതിന് 4 പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജൻസ് നമ്മൾ 2 പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻ, മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ, സാവന്ന ക്ലൈമറ്റ് റീജിയൻ ആൻഡ് ഹോട്ട് ഡെസേർട്ട് ക്ലൈമറ്റ് റീജിയൻസ്. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡുകളും മെഡിറ്ററേനിയൻ ആൻഡ് തൈഗ ആൻഡ് തുന്ദ്ര. ഒരു പക്ഷേ ലാസ്റ്റ് അടുത്ത പാർട്ടിലായിരിക്കും ടൈഗയും അതുപോലെ തന്നെ ടാൻട്രോ റീജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കുറേ എൻവോൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട് നമ്മൾ ലോകവ്യാപകമായി വേൾഡ് വൈഡ്, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും നോക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ടിൽ നമ്മൾ ഇക്വേറ്റർ ക്ലൈമറ്റ് റീജൻസിനെ കുറിച്ച് നോക്കി. ആൻഡ് ദെൻ മൺസൂൺ ക്ലൈമറ്റ് റീജൻസ്, അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, വിൻഡ് പാറ്റേൺ എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. സോ യു ഹാവ് ടു സ്റ്റഡി ടു വെൽ. നമ്മളത് നന്നായിട്ട് നിങ്ങൾ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഈസി ആയിട്ടുള്ള PPT ആണ്. നിങ്ങൾക്ക് പഠിച്ച് വളരെ വേഗത്തിൽ ഇപ്പോൾ ടെസ്റ്റ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു രൂപം, ഒരു സ്ട്രക്ചറൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്താണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചത് സാവന്ന ക്ലൈമറ്റ് റീജൻസ്, ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് റീജൻസ് ആണ്. ഇവിടെയുള്ള ജിയോഗ്രാഫിക്കൽ എങ്ങനെയാണ്, ഫ്ലോറ ആൻഡ് ഫ്യൂനാസ്, ഇവിടുത്തെ എന്താണ് ജിയോഗ്രാഫിക്കൽ മീൻസ് ജൈവികപരമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എത്ര തരത്തിലുള്ളതാണ് ഹോട്ട് ക്ലൈമറ്റ് ആൻഡ് കോൾഡ് ക്ലൈമറ്റ് റീജൻസ് എങ്ങനെയാണ്, ടെമ്പറേച്ചർ എങ്ങനെയാണ്, ആനുവൽ റെയിൻഫാൾ എത്രത്തോളമാണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കിതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിലിപ്പോൾ കൂടുതലായിട്ടും ഒരു 3-4 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് വരെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പല ഗ്രേഡുകളും മാറാം. സോ നന്നായിട്ട് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ നമ്മൾ പ്രീവിയസ്ലി 2ാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്ന ഹോട്ട് ഡെസേർട്ട് റീജിയൻസ്, ഏകദേശം ട്രോപ്പിക്കൽ ക്ലൈമറ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സബ് ട്രോപ്പിക്കലിൻ്റെയൊക്കെ തൊട്ട് താഴെയായിട്ട് വരുന്ന റീജിയൻസ് ആണ് ഈ പറയുന്ന ഹോട്ട് ഡെസേർട്ട് റീജിയൻസ് എന്നറിയപ്പെടുന്നത്. ഹോട്ട് ഡെസേർട്ട് റീജിയൻസ് ഓഫ് കോഴ്സ് അതുണ്ടാകുന്നത് എപ്പോഴും വെസ്റ്റ് പാർട്ടിലായിരിക്കും. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോറിയോലിസ് എഫക്റ്റീവ് ബ്ലോയിങ് ദ വിൻഡ് ഡയറക്ഷൻ ബൈ ദ ഏതാണ് വെസ്റ്റേൺ പാർട്ട്. അത് ട്രേഡ് വിൻസുകളെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. വാണിജ്യവാതകങ്ങൾ എപ്പോഴും വെസ്റ്റ് പാർട്ടിലോട്ടായിരിക്കാം അല്ലേ, നോർത്ത് ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, കൂടുതൽ വെസ്റ്റ് പാർട്ടിലായിരിക്കും ഈ കാറ്റുകൾ വീശുന്നത് കൊണ്ട് തന്നെ. ആൻഡ് ദാറ്റ് ദ പെർട്ടിക്കുലർ പ്ലേസസ് ആർ ഹൈലി എന്ത് തന്നെയാണ് ഒരു ഹോട്ട് ഡെസേർട്ട് റീജൻസുകളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ അവിടുത്തെ റെയിൻഫോൾ നമ്മൾ ഓഫ് കോഴ്സ് നോക്കിയായിരുന്നു. കമ്പാരിറ്റീവ്ലി മറ്റു റീജൻസിനെ അപേക്ഷിച്ച് ഹോട്ട് ഡെസേർട്ട് റീജൻസിൽ എന്തായിരിക്കാം, കുറവായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ കാറ്റിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ത്രൂ ഔട്ട് അവിടെ മഴ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ചില റീജൻസുകളിൽ മഴ പെയ്യാൻ സാധ്യത കുറവാണ്. എങ്കിലും 25 സെൻറ്റിമീറ്റർ വരെ മഴയുടെ സാന്നിധ്യം നമുക്ക് എന്താണ് കാണാൻ പറ്റും. ചില റീജൻസുകളിൽ വർഷങ്ങളോളമായിട്ട് 100 അല്ലെങ്കിൽ 15 ഇയേഴ്സ് ആയിട്ട് മഴ പെയ്യാത്ത സ്ഥലങ്ങളും ഇല്ല, ഉണ്ട്. ആൻഡ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡെസേർട്ട് പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്, ആനിമൽ ഹസ്ബൻഡറി, മിനറൽ റിസോഴ്സസ്. ഹോട്ട് ഡെസേർട്ട് ആകുമ്പോൾ അവിടുത്തെ ചൂട് സാന്നിധ്യം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മിനറൽ റിസോഴ്സുകൾ കൂടുതൽ കാണുന്ന ഒരു സ്ഥലവും കൂടിയാണ് ആൻഡ് ഹോട്ട് ഡെസേർട്ട് റീജൻസ് എന്ന് നമുക്ക് എന്താണ് പറയാൻ സാധിക്കും. ഇനി നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നതാണ് 2 ക്ലൈമറ്റ് റീജൻസുകളെ കുറിച്ച്. ഒന്നാമത്തത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജൻസ് ആൻഡ് സെക്കൻഡ്ലി ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡുകൾ എന്നറിയപ്പെടുന്നത്. രണ്ടും നമ്മുടെ ഇക്വേറ്റർ റീജൻസിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൺറൈസസ് വന്ന് പതിക്കുന്ന ഒരു വെർട്ടിക്കൽ ഫോം പ്ലേസ് ആണ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് റീജിയനാണ് നമ്മുടെ ഇക്വേറ്റർ എന്നറിയപ്പെടുന്നത്. ആ ഇക്വേറ്റർ റീജിയൻസിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഇക്വേറ്റർ റീജിയൻസിൻ്റെ തന്നെ ഏറ്റവും തൊട്ടടുത്ത് വരുന്ന റീജിയൻസ് ആണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ്. ഇക്വേറ്റർ റീജിയൻസ് എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വന്ന് പതിക്കുന്ന ഒരു സ്ഥലമാണ്. ദ സൺറൈസ് ഫോർ വേർട്ടിക്കലി ദ ഡയറക്റ്റ് ഓഫ് ഏതാണ് 0 ഡിഗ്രി. ആ ഒരു ഇക്വേറ്റർ റീജിയൻസ് ആണ്, സെൻട്രൽ പ്ലേസ് ആണ്. എന്നാൽ 23.5 ഡിഗ്രി ആ പ്ലേസ് വരെയും അതിൻ്റെ ബോർഡർ പ്ലേസ് ആണ്. വെർട്ടിക്കലായിട്ട് കറക്റ്റായിട്ട് വന്ന് എന്ത് ചെയ്യുന്നു, പതിക്കുന്നുണ്ട്. എന്നാൽ അതിന് ശേഷം വരുന്നത് ദ സൺ ഈസ് റൈസസ് ഫോൾ അറ്റ് ആൻ ആംഗിൾ, ഒരു ആംഗിളായിട്ട് വന്ന്, അതായത് ഒരു ചരിവോടെ വന്ന് പതിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന 23.5 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ക്ലൈമറ്റ് റീജൻസ് എന്നറിയപ്പെടുന്നത് സാധാരണ രീതിയിൽ ഒരു ഹൈലി ഹ്യൂമിഡ് സമ്മർ ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു ഹൈലി റെയിൻഫോൾ റീജൻ ആണെന്ന് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ റീജൻസ് എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ സീ ലെവൽ റീജൻസ് എന്നറിയപ്പെടുന്ന എപ്പോഴും ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആയിരിക്കും. ഇവിടുത്തെ എപ്പോഴും എന്താണ്, ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് റീജൻസ് ആയിരിക്കും ഈ സ്ഥലത്ത് ഉണ്ടാകുന്നത്. മിക്സ്ഡ് വരുന്നു കറക്റ്റായിട്ട്. ഓക്കെ, മിക്സ്ഡ് ക്ലൈമറ്റ് റീജൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇക്വേറ്റർ ഈ പ്ലേസ് കഴിഞ്ഞാൽ അടുത്ത സബ് ട്രോപ്പിക്കൽ റീജൻസ് കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 30 ഡിഗ്രിക്കും അതേപോലെ തന്നെ 45 ഡിഗ്രി 45 ഡിഗ്രിക്കും 45 ആൻഡ് 30 ഡിഗ്രി ഈ ഭാഗത്ത് ഇത്രയാണ് 45 ആൻഡ് 30 ഡിഗ്രിക്കും ഇടയിൽ വരുന്ന റീജിയനാണ് ഏതെന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാറ്റിറ്റ്യൂഡ് റീജിയൻസിൽ 30 to 45 ഏകദേശം അക്ഷാംശ രേഖകൾക്കിടയിൽ വരുന്ന ഒരു റീജിയനാണ് ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻസ് എന്ന്, ഓക്കെ, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് എന്നറിയപ്പെടുന്നത്. കമ്പാരിറ്റീവ്ലി ഇവിടെ ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആയിരിക്കാം എപ്പോഴും ഉണ്ടാകുന്നത്. ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് റീജിയൻസ് ആണ് ഈ പ്ലേസ് എന്നറിയപ്പെടുന്നത്, അല്ലേ? മിക്സ്ഡ് ക്ലൈമറ്റ് റീജിയൻസ് ആണ്. ഒരു ഡ്രൈ സമ്മർ റീജിയൻ ആയിരിക്കാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ഹോട്ട് സമ്മർ ആ ഒരു ഡെസേർട്ട് റീജിയൻസിനെ പോലെ തന്നെ ഒരു ഡ്രൈ സമ്മർ റീജിയൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന റീജിയനാണ്. അതുപോലെ തന്നെയാണ് റെയിൻഫോൾ സാധാരണ വിൻ്റർ സീസൺ ആവുന്ന സമയത്ത് ഏകദേശം ഈ ഭാഗമൊക്കെ എത്തുന്ന സമയത്ത് നല്ലൊരു വിൻ്റർ റീജിയൻ ആയി കഴിഞ്ഞു. നമ്മളെ സബ് പോളാറിൻ്റെയൊക്കെ അടുത്ത് എത്തിയില്ലെങ്കിൽ പോലും സബ് ട്രോപ്പിക്കലിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത് തണുപ്പ് തുടങ്ങി കഴിഞ്ഞു, അല്ലേ? തണുത്ത പ്രദേശങ്ങളൊക്കെ ഏകദേശം അറൗണ്ട് ദാറ്റ് പ്ലേസസ് ആർ ഓൾവേസ് ഒരു സമ്മറിൽ നിന്ന് മാറി ഒരു വിൻ്റർ റീജിയൻസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, അല്ലേ? 45 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു വിൻ്റർ റീജിയൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വിൻ്റർ റീജിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ വിൻ്റർ കൂടുതലായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റെയിൻഫാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലേസ് എന്നറിയപ്പെടുന്നത് ഒരു ഡ്രൈ സമ്മറാണ്, അതേപോലെ തന്നെ ഒരു വിൻ്റർ റെയിൻഫാൾ റീജിയനാണ്. സോ ഈ റീജിയൻ എന്നറിയപ്പെടുന്നത് എന്താണ്, ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് റീജിയനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ ലൈൻസിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം. ഈ പ്രദേശങ്ങളിൽ വീശുന്ന ഒരു കാറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സപ്പോളാർ റീജിയൻസിൽ നിന്ന് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് സപ്പോളാർ റീജിയൻസിലേക്ക് ബ്ലോ ചെയ്യുന്ന ഒരു കാറ്റാണ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് ചാപ്റ്ററിൽ അത് മെൻഷൻ ചെയ്തായിരുന്നു. ഏതായിരുന്നു ഈ വെസ്റ്റേൺ ലൈൻസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ സാന്നിധ്യമൊക്കെ ഏകദേശം ഈക്വലൈസ് ആയിട്ട് കൊള്ളുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ റീജിയൻസിൽ പ്രധാനമായിട്ടും ഒരു സബ് ട്രോപ്പിക്കൽ ഏതാണ് ഒരു നമ്മുടെ ഹൈ പ്രഷർ റീജിയനാണ്. അപ്പോൾ ഹൈ പ്രഷർ ആയിരിക്കുമല്ലോ, സബ് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നായിരിക്കും കാറ്റുകൾ എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡ്രൈ സമ്മർ ആൻഡ് ഒരു റെയിൻഫോൾ വിൻ്ററും ഉള്ള സ്ഥലവുമാണ്. ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആണ്. ഹൈലി നമുക്ക് ഇവിടെ വിൻ്റർ ആണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും വിൻ്റർ ഇല്ല എന്നല്ല, വിൻ്റർ ഭയങ്കരമായിട്ടുണ്ട്. എങ്കിലും ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് റീജിയൻസ് ആണ് ഏതെന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് ആയിട്ട് കാണുന്നത്. അത് നോർത്തിലായാലും ശരി, പിന്നെ സദേൺ പാർട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ സദേൺ പാർട്ടിനെ കുറിച്ച് വലിയൊരു ബോധേടാവേണ്ട ആവശ്യമില്ല. നമ്മുടെ ലാൻഡ് ഏരിയയിലെ ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ മതി, കൂടുതൽ പഠിച്ചാൽ മതി. ഇവിടെ മെഡിറ്ററേനിയൻ റീജിയൻസ് ഇല്ലല്ലോ, അല്ലേ? പക്ഷേ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി ഇവിടെ പറയുന്നത് കൊണ്ടാണ് ഈ റീജിയൻസുകളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മെയിൻലി നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്, ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഈ ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് ലൊക്കേഷൻസ് ഏരിയാസ് അറൗണ്ട് ദ മെഡിറ്ററേനിയൻ സീ ആൻഡ് റീജിയൻ ബിറ്റ്വീൻ ദ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. 30 ഡിഗ്രി 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുകളുടെ ഇടയിൽ വീശുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്ത് ലൊക്കേറ്റഡ് ചെയ്യുന്ന ഒരു ക്ലൈമറ്റ് റീജിയനാണ് മെഡിറ്ററേനിയൻ റീജിയൻ എന്നറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നറിയപ്പെടുന്ന ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിൻ്റർ ആണ്. ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് ഡ്രൈ സമ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രൈ ആയിട്ടുള്ള വരണ്ടതായിട്ടുള്ള ഒരു കാറ്റുകൾ വീശുന്നതും അതുപോലെ തന്നെ ചൂട് കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഹ്യൂമിഡ് വിൻ്റർ സീസണാണ്. വളരെയധികം ഒരു നമ്മുടെ ജലാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിൻ്റർ സീസണുമാണ്, ശൈത്യ കാലഘട്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലോങ് ആയിട്ടുള്ള ഒരു ശൈത്യ കാലഘട്ടമൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും ഇവിടുത്തെ മറ്റു റീജിയൻസുകളെ അപേക്ഷിച്ച് ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് സമ്മർ സീസൺ ആൻഡ് 20 ഡിഗ്രി സെൽഷ്യസ് ടു ദ 25 ഡിഗ്രി. വിൻ്റർ എന്നറിയപ്പെടുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ടു ദ 60 ഡിഗ്രി സെൽഷ്യസ്. പ്രധാനമായിട്ടും സമ്മർ എന്ന് പറയുന്നത് മാക്സിമം ആണ് കേട്ടോ. 20 ഡിഗ്രി അവിടെ നമ്മൾ സപ്പോളറായി കഴിഞ്ഞല്ലോ, അല്ലേ? ഉപോഷ്ണ മേഖല കഴിഞ്ഞു, ഉപദ്രവീയ മേഖലയിലൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ സമ്മർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, 20 ഡിഗ്രി സെൽഷ്യസ് ടു ദ 25 ഡിഗ്രി സെൽഷ്യസ്. വിൻ്റർ എന്നറിയപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ടു ദ വിൻ്റർ സമയങ്ങളിലൊക്കെ ആവുന്ന സമയത്ത് 10 ഡിഗ്രിക്കും 16 ഡിഗ്രിക്കും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, കാറ്റുകൾ വീശുന്നത്. അപ്പോൾ ഇതാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസിൻ്റെ ഒരു സിനേറിയോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് നാച്ചുറൽ വെജിറ്റേഷൻ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്.
ഫോറസ്റ്റ് റീജിയൻസ് ഒക്കെ ഉണ്ട്. കാരണം മിക്സ്ഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവിടെ ഒരു ടെമ്പറേച്ചർ പ്ലേസോ അല്ലെങ്കിൽ വിൻ്റർ പ്ലേസോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മേ ബി അവിടുത്തെ വെജിറ്റേഷൻ നാച്ചുറലി എന്താണ് കൂടുതലായിരിക്കും. വെജിറ്റേഷൻ ചില പെർട്ടിക്കുലർ റീജിയൻസുകൾ എന്താണ് ചില വ്യത്യാസങ്ങളുണ്ടാവും. മുകളിലേക്ക് പോകും തോറും ആ നാച്ചുറൽ വെജിറ്റേഷൻസിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം അത് നമ്മൾ യൂറോപ്യൻ കോണ്ടിനെൻ്റ് ആയി കഴിഞ്ഞു, ഹൈലി വിൻ്റർ റീജിയൻസ് ആയി കഴിഞ്ഞു. സോ ദാറ്റ്സ് റീസൺസ് വെജിറ്റേഷൻസിൻ്റെ ഒരു ചെറിയൊരു അപാകതകൾ, ദാറ്റ് മീൻസ് ഒരു ചേഞ്ചസുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതങ്ങനെയാണല്ലോ. നമ്മൾ ഏത് റീജിയൻസ് എടുത്താലും അതിൻ്റെ ചില കാറ്റുകളുടെയോ പ്രഷറിൻ്റെയോ ഒക്കെ മാറ്റങ്ങൾ കൊണ്ട് ഒറ്റ റീജിയൺ ആണെങ്കിൽ പോലും, ഒരു ക്ലൈമറ്റ് റീജിയൺ ആണെങ്കിൽ പോലും അവിടെ ചെറിയ ചെറിയ ജിയോഗ്രാഫിക്കലി മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകാറുണ്ട്. അത് ഇക്വേറ്റർ റീജിയൻസ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഉദാഹരണം നമ്മൾ ഈ ട്രേഡ് വിൻഡുകളൊക്കെ ഇവിടെ ഇപ്പോൾ വളരെ രീതിയിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പോലും ട്രേഡ് വിൻഡ്സ് അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ആൻഡ് ഓക്ക്, സെക്കോയ ആൻഡ് പയൻ, അതുപോലെ തന്നെ ഫയർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മരങ്ങളെന്നറിയപ്പെടുന്നത്. ഷ്രബ്സ് പോലുള്ള കുറ്റിച്ചെടികൾ ഇവിടെയൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അവിടുത്തെ മാപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ പിക്ടോറിയൽ ഞാനിപ്പോൾ കാണിക്കാം, ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എവർഗ്രീൻ ഫോറസ്റ്റ്, ഓക്ക്, സെക്കോയ, പൈൻ, ഫയർ ആൻഡ് ഷ്രബ്സ് ഇങ്ങനെ തുടങ്ങുന്ന പല നാച്ചുറൽ വെജിറ്റേഷൻസുകൾ അടങ്ങിയിട്ടുള്ള ഫോറസ്റ്റ് റീജിയൻസ് അടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. എക്കോണമി എന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ കൂടുതലും ഈ റീജിയൻസുകളിലാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മിക്സ്ഡ് ക്ലൈമറ്റ് റീജിയൻസ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇപ്പോൾ വിൻ്റർ സീസൺ ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലേസുകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് ഈ മെഡിറ്ററേനിയൻ സീയുടെയൊക്കെ മുകൾ ഭാഗത്തോട്ട് ഏകദേശം നമ്മുടെ സപ്പോളാർ റീജൻസിൻ്റെ ഒക്കെ അടുത്തെത്തുന്ന സമയത്ത് അങ്ങ് പോവില്ല, അതിൻ്റെ തൊട്ട് താഴേക്ക് നിൽക്കുന്ന സമയത്ത് വിൻ്റർ സീസൺ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ വെജിറ്റേഷൻസ് കൂടുതലായിരിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫ്രൂട്ട്സ് പ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നത്. അത് ലോകത്തിൽ തന്നെ 70% ഫുഡ് പ്രൊഡക്ഷൻസ്, അതായത് ഫ്രൂട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലവും ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് ആണ്. എവർഗ്രീൻ ഫോറസ്റ്റ് റീജിയൻസ് ആണ്. ആൻഡ് ഓക്ക്, സെക്കോയ, പൈൻ, ഫയർ ആൻഡ് ഷ്രബ്സ് കണ്ടു നോക്കിയാൽ കുറ്റിച്ചെടികളും അതുപോലെ തന്നെ ഇടതൂർന്ന വലിയ മരങ്ങളും ഒക്കെ അടങ്ങുന്ന സ്ഥലമാണ് എവർഗ്രീൻ ഫോറസ്റ്റ് റീജിയൻസ്. അതുപോലെ തന്നെയാണ് ഐഡിയൽ ഫോർ ദ ഗ്രേറ്റ് കൾട്ടിവേഷൻ. ഗ്രേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വിനിയാർഡ്സുകൾ എന്നറിയപ്പെടുന്നത്, അതായത് ഗ്രേപ്പ് അല്ലെ മുന്തിരികൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലവും നമ്മുടെ യൂറോപ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഈ വൈനൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം യൂറോപ്പിലാണ് നമ്മുടെ ലോകത്തിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള, ഇപ്പോൾ അമേരിക്കൻസ്, യൂറോപ്പ് ഇവിടെയൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതലും ഈ നാർക്കോട്ടിക്സ് നമ്മുടെ ആൽക്കഹോൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വൈൻ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗ്രേപ്പ് കൾട്ടിവേഷനൊക്കെ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ മേജർ പ്രൊഡ്യൂസിങ് ഓഫ് സിട്രസ് ഫ്രൂട്ട്സ്, നിങ്ങൾക്കറിയാം സിട്രസ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത് 70% ഓഫ് വേൾഡ് എക്സ്പോർട്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 70% അല്ലെങ്കിൽ 70% എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു സംഖ്യയല്ല, ഏകദേശം 100%-ൽ 70%, ബാക്കി 30% മാത്രമേ മറ്റു രാജ്യങ്ങളുള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി ഇവിടെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്രൂട്ട്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ വൈൻ പ്രൊഡക്ഷൻസ് അല്ലേ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആൽക്കഹോളിക്കിൻ്റെയൊക്കെ ഒരു ഈ ഫ്രൂട്ട്സ് ഗ്രേപ്സ് കൾട്ടിവേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വൈൻ പ്രൊഡക്ഷൻസ് വളരെയധികം ആക്റ്റീവാണ്. വൈൻ പ്രൊഡക്ഷൻസ് നമുക്കിപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള സാധാരണ ഈ വില്ലേജസുകളിലേക്ക് അവർ യൂസ് ചെയ്യുന്നത്, ഈ മെഡിറ്ററേനിയൻ റീജിയൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ വില്ലേജസുകൾ വിൻ്റർ റീജിയൻസിലൊക്കെ ഏറ്റവും കൂടുതൽ അവർ വൈനും കൂടെ അവരുടെ ജീവിത ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ് വൈൻ, അതുപോലെ തന്നെ ആൽക്കഹോൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ദ ഫേമസ് ഫോർ ദ ഗ്രാപ്സ് കൾട്ടിവേഷൻസ് ആൻഡ് വൈൻ പ്രൊഡക്ഷൻ, ഗ്രേപ്പ് കൾട്ടിവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വൈൻ പ്രൊഡക്ഷൻസ് വളരെയധികം ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസിൻ്റെ ഒരു പെർട്ടിക്കുലാരിറ്റി. ഇത് നിങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ടെസ്റ്റ് പോലും നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലൈമറ്റ് റീജിയൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്കിത് കുറച്ചുകൂടെയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ലൊക്കേഷൻസ് ആൻഡ് ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, റെയിൻഫോൾ, വെജിറ്റേഷൻസ് ആൻഡ് എവർഗ്രീൻ ഫോറസ്റ്റ്, ഓക്ക്, സെക്കോയ, പൈൻ, ഫയർ, അതുപോലെ തന്നെയാണ് ഷ്രബ്സുകൾ അടങ്ങിയിട്ടുള്ള കുറ്റിച്ചെടികൾ. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് 30 to 45 ഡിഗ്രിയാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് റീജിയൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ നമ്മുടെ ടെസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. റെയിൻഫോൾ, സെക്കോയ, എവർഗ്രീൻ, ടാള, എവർഗ്രീൻ ഫോറസ്റ്റ്, ഓക്ക് അതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് 70% ഓഫ് സിട്രസ് ഫ്രൂട്ട്സ് എക്സ്പോർട്ട് കം ടു ദ മെഡിറ്ററേനിയൻ കൺട്രീസ്. മെഡിറ്ററേനിയൻ കൺട്രീസുകളിലാണ് പ്രധാനമായിട്ടും. നമ്മളിത് മെഡിറ്ററേനിയൻ റീജിയൻസിനെ കുറിച്ച് നമ്മൾ ഹ്യൂമനിസത്തിൽ പഠിച്ചതായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്താണ് ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യം. ലോകത്തിൽ ആദ്യമായിട്ട് റെനൈസൻസിനൊക്കെ തുടക്കം കുറിച്ച സ്ഥലമായിരുന്നു ഇറ്റലി. അതിൻ്റെ 3-4 റീസണൊക്കെ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു.
അവിടെ നമ്മുടെ ഗ്രീക്ക് റോമൻ കൾച്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീജിയൻ എന്നറിയപ്പെടുന്ന ഒരു നിസ്സാരമായ സ്ഥലമല്ല, ലോകത്തിൻ്റെ തന്നെ ഒരു വാണിജ്യ, ഇപ്പോൾ അത് ജിംബ്രാൾട്ടർ ഒരു സ്ട്രെയിറ്റ് ആണ്, കടലിടുക്കാണ് ഇതെന്നറിയപ്പെടുന്നത് ജിംബ്രാൾട്ടർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയെന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ പ്ലേസ്. ഇറ്റലി പോലെ ഇങ്ങനെ വാല് പോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇറ്റലി. അപ്പോൾ ഇത് മെഡിറ്ററേനിയൻ റീജിയൻ എന്നറിയപ്പെടുന്നത് ഒരു ലോകം കണ്ട ഏറ്റവും വലിയ ഒരു എക്കണോമിക്കൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസുമാണ്. ഓഫ്കോഴ്സ് അവിടെ എന്തുമാണ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് റീജിയനും വളരെ ഇൻഡസ്ട്രി കൂടുതലായിട്ടുമുള്ള ഒരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് വരുന്നതാണ് ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഓഫ്കോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലാണ് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് വരുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഭാഗം കണ്ടല്ലോ നിങ്ങൾ. ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ് എന്ന് കേൾക്കുമ്പോഴേ ആദ്യം നമ്മളുടെ മൈൻഡ് സെറ്റിൽ വരുന്നത് അതൊരു ചൂട് കൂടിയ സ്ഥലമായിരിക്കാം, എങ്കിലത് തികച്ചും തെറ്റാണ്. ടെമ്പറേച്ചർ കേൾക്കുമ്പോഴേ എല്ലാ സ്ഥലങ്ങളും ചൂടാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. കാരണം ചില സ്ഥലങ്ങളെന്നറിയപ്പെടുന്ന ടെമ്പറേച്ചർ എന്ന പേരുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ടെമ്പറേറ്റഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആണ്. നമ്മൾ നേരത്തെ താഴെ പറഞ്ഞതുപോലെ ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആണ്. ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമ്മർ സീക്വൻസ് അവിടെ ഉണ്ട്, ഓഫ്കോഴ്സ് അവിടെ കാണും. എങ്കിൽ പോലും കൂടുതലും ഇവിടെ എന്നറിയപ്പെടുന്ന എന്താണ്, തണുത്ത കാലാവസ്ഥയാണ്. വിൻ്ററാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുമുള്ള ഒരു പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ ഒരു ടെമ്പറേച്ചർ അല്ലേ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ റീജിയൻ അല്ലേ, അപ്പോൾ അതെങ്ങനെ അവിടെ ഈ റീജിയനിലെത്തും? ഇതെപ്പോഴും നമ്മുടെ ലാറ്റിറ്റ്യൂഡ് റീജിയൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ 30 ഡിഗ്രിക്കും അതേപോലെ തന്നെ 55 ഡിഗ്രിക്കും ഒക്കെ ഇടയിൽ വരുന്ന ഒരു പ്ലേസാണ് ഈ ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡുകൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആണ്. എൻറ്റോർലി മിക്സ്ഡ് ക്ലൈമറ്റ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ബട്ട് ഈ പ്ലേസ് എന്നറിയപ്പെടുന്നത് എൻറ്റോർലി വിൻ്റർ പ്ലേസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഏതെന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ റഷ്യ പോലുള്ള പോളാർ റീജൻസിൻ്റെ അടുത്തുള്ള രാജ്യങ്ങളെ പോലെയെന്ന് ഒരിക്കലും പറയില്ല. എങ്കിൽ പോലും ദീസ് പ്ലേസസ് ആർ ഓൾവേസ് ടു ദ എൻറ്റോർലി ഒരു വിൻ്റർ റീജിയൻ ആണ്. വിൻ്റർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും 55 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും ഇടയിൽ വരുന്ന ഒരു റീജിയൻ ആണ്. ബട്ട് സമ്മറിൻ്റെ ഒരു സീക്വൻസ് ഇവിടെ എന്താണ് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് 60 ഡിഗ്രി 66 ഡിഗ്രി എന്താണ് ഹാഫ് ഡിഗ്രി നോർത്ത് ആൻഡ് 66 ഹാഫ് ഡിഗ്രി സൗത്ത് എന്നറിയപ്പെടുന്നത്. ആ റീജിയൻസിൻ്റെ അകത്തൊക്കെ വരുന്ന ഒന്നാണ് ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് പറയുന്ന ലൊക്കേഷൻസ് എപ്പോഴും പഠിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കി വയ്ക്കുക. ലൊക്കേഷൻ തന്നിട്ട് 1-2 ഹിൻറ്റുകളും കൂടെയൊക്കെ തന്നിട്ട് ചില ക്വസ്റ്റ്യൻസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 30 ഡിഗ്രി 45 ഡിഗ്രിക്ക് ഇടയിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ഈ 0 ഡിഗ്രിക്കും 23.5 ഡിഗ്രിക്കും അതുപോലെ 30-40 ഡിഗ്രി ഇതിന് 30 ആൻഡ് 25 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് ഈ റീജൻസിനകത്താണ്. അതായത് നമ്മുടെ ഇക്വേറ്ററിൻ്റെ തൊട്ട് മുകളിലുള്ള സബ് ട്രോപ്പിക്കൽ റീജൻസ്, അതിനകത്തൊക്കെ വരുന്ന റീജൻസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റീജൻ എന്നറിയപ്പെടുന്ന ഹോട്ട് ഡെസേർട്ട് ആയാലും അതുപോലെ തന്നെ ഇക്വേറ്റർ റീജൻസ് ആയാലും സാവന്ന റീജൻസ് ആയാലും ഇതൊക്കെ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ മാപ്പ് തെറ്റാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ 30 ഡിഗ്രിക്കും 55 ഡിഗ്രിക്കൊക്കെ ഇടയിൽ വരുന്ന ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡുകൾ എന്നറിയപ്പെടുന്നത് സിമ്പിളായിട്ടുള്ളതാണ്. ഇത് ഗ്രാസ് ലാൻഡുകൾ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം ഇടതൂർന്ന പുല്ലുവർഗത്തുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ആ ചെടികളൊക്കെ അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് നമുക്കിവിടെ അതിൻ്റെ പിക്ചറൈസേഷൻ കാണാനായിട്ട് സാധിക്കും. ലൊക്കേഷൻ ആൻഡ് ഇൻറ്റീരിയർ ഓഫ് ദ സബ് ട്രോപ്പിക്കൽ സോൺ ലാറ്റിറ്റ്യൂഡ് ബിറ്റ്വീൻ 40 ഡിഗ്രി ആൻഡ് ദ 50 ഓർ 55 ഡിഗ്രി 50 അല്ലെങ്കിൽ 55 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും ഇടയിൽ വരുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് റീജിയനാണ് ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ് റീജിയൻസ്. നമുക്ക് ഈ റീജൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രധാനമായിട്ടും വരുന്ന സ്ഥലങ്ങൾ നന്നായിട്ട് അത് പഠിച്ചു വയ്ക്കുക. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യനെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ സ്റ്റീപ്സ് എന്നറിയപ്പെടുന്ന, ഇത് കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റീപ്സ് എന്നറിയപ്പെടുന്ന ഒരു റീജൻസ് ആണ്. ഇത് നമ്മുടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൽ പെടുന്നതാണ്. അത് ഈ റീജൻസിലാണ് കാണപ്പെടുന്നത്. ഏകദേശം നമ്മുടെ റഷ്യയുടെ തൊട്ടടുത്തും റഷ്യയുടെയൊക്കെ അടുത്തായി ചൈന റീജൻസ് നമ്മുടെ അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ റീജൻസിലേക്ക് പെടുന്ന ഒരു പുൽമേടാണ് സ്റ്റീപ്സ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഏഷ്യ യൂറോപ്യൻ കോണ്ടിനെൻറ്റിൻ്റെയൊക്കെ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു റീജനാണ്, ഒരു ലൊക്കേറ്റഡ് പ്ലേസ് ആണ് സ്റ്റീപ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് തെറ്റാനായിട്ട് പാടില്ല. ആൻഡ് വേൾഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ആഫ്രിക്കൻ റീജൻസിൽ വരുന്നതാണ് വേൾഡ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പാമ്പസ് എന്നറിയപ്പെടുന്നത്
നമ്മുടെ സൗത്ത് അമേരിക്കയുടെ റീജിയനായിട്ട് വരുന്നതാണ് പാമ്പസ്. അതുപോലെ തന്നെ പ്രയറീസ്, ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രയറീസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 4 റീജിയൻസിനെയും കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല എങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ആദ്യമേ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ പറയുന്നതാണ്, ആദ്യം പഠിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചാപ്റ്ററും ഇതൊക്കെയാണ്. കാരണം ഈ ആക്റ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, 50 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഈ റീജിയനും കൂടെ പഠിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ദ പ്രയറീസ് ഇൻ നോർത്ത് അമേരിക്ക, സ്റ്റീപ്സ് ഇൻ യുറേഷ്യ. സ്റ്റീപ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? യുറേഷ്യൻ, നമ്മുടെ ഏഷ്യൻ ഭാഗമാണ്. യൂറോപ്പും ഏഷ്യയും കൂടെ ചേർന്നുകൊണ്ടാണ് കേട്ടോ അതിനെ യുറേഷ്യ എന്ന പേര് നൽകുന്നത്. പാമ്പസ് എന്നറിയപ്പെടുന്ന സൗത്ത് അമേരിക്ക, വേൾഡ്, സൗത്ത് ആഫ്രിക്ക. ഈ റീജൻസ് എന്നറിയപ്പെടുന്ന ഏതാണ്? സൗത്ത് ആഫ്രിക്കൻ റീജൻസ് ആണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിൽ വരുന്ന റീജനാണ് വേൾഡ് എന്നറിയപ്പെടുന്നത്. വേൾഡ്, ഓക്കെ, അതൊരു ഗ്രാസ് റൂട്ട് ഏരിയ ആണ്, അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ് ഏരിയ ആണ്. അതുപോലെ ഡൗൺസ്, ഓസ്ട്രേലിയ, ഇതും കൊടുത്തിട്ടുണ്ട്, ഈ പേരും കൊടുത്തിട്ടുണ്ട്, ഡൗൺസ്. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. 2 വർഷമായെങ്കിൽ പോലും പല രീതിയിലുള്ള, ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഹാഫ് എക്സാമിനേഷൻ, സെക്കൻഡ് ഹാഫ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് എക്സാമിനേഷനൊക്കെ ഉണ്ടല്ലോ. അതിൽ മോഡൽ എക്സാമിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള എക്സാമിനേഷനൊക്കെ ചോദിക്കുന്നത് കൂടുതലും ഈ ഡൗൺസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ് നമ്മുടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. അതുപോലെ തന്നെ പ്രൈറീസ്, നോർത്ത് അമേരിക്കയിൽ അതിൻ്റെ മാപ്പ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൈറീസ് എന്നറിയപ്പെടുന്ന നോർത്ത് അമേരിക്ക വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്, ഒരു നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അല്ലേ. സോ പ്രൈറീസ് നോർത്ത് അമേരിക്ക, ആൻഡ് സ്റ്റീപ്സ് എന്നറിയപ്പെടുന്ന യുറേഷ്യ, യൂറോപ്പിലെയും അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയുമായിട്ട് ഈ ഭാഗമാണ് കേട്ടോ. ഏഷ്യയും യൂറോപ്പുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് യുറേഷ്യ എന്നറിയപ്പെടുന്നത്. വളരെ മനോഹരമായ മറ്റൊരു സ്ഥലം. അടുത്ത് വരുന്നതെന്ന് അറിയപ്പെടുന്നതാണ് സൗത്ത് അമേരിക്കയിൽ തന്നെ പാമ്പസുകൾ എന്നറിയപ്പെടുന്നത്. സൗത്ത് അമേരിക്ക ഈ ഭാഗത്താണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തേക്കാണ് നമ്മുടെ അർജൻറ്റീന, ചിലി പോലുള്ള രാജ്യങ്ങൾ. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ബ്രസീൽ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ തുടങ്ങുന്ന പ്രധാനപ്പെട്ട ലോകം അറിയപ്പെടുന്ന രാജ്യങ്ങൾ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ഒരു ഗ്രാസ് ലാൻഡാണ് ഏതെന്നറിയപ്പെടുന്നത്, നമ്മളെ പാമ്പസ് എന്നറിയപ്പെടുന്ന ഗ്രാസ് ലാൻഡ്. അതേപോലെ തന്നെ വേൾഡ് എന്നറിയപ്പെടുന്ന സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു റീജിയനാണ്. ഇതിങ്ങനെ കിടക്കുകയാണെങ്കിലും ഇതിങ്ങനെ ഹെക്ടർ കണക്കിന് ഇതിങ്ങനെ വലിപ്പത്തിലുള്ളതാണ്. അത് നിങ്ങൾക്ക് ഈ രാജ്യം കണ്ടാൽ മനസ്സിലാവും. സൗത്ത് ആഫ്രിക്കയിലെ തന്നെ വേൾഡ് എന്നറിയപ്പെടുന്ന റീജിയൻസാണ്. വളരെയധികം ഒരു വലിപ്പമേറിയ ഒരു റീജിയൻസും കൂടെയാണിത്. ഓക്കെ, അടുത്ത ഡൗൺസ് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ. ഏകദേശം നമ്മുടെ സദേൺ പാർട്ടിൽ, നമ്മുടെ ഓസ്ട്രേലിയയുടെ തന്നെ സൗത്ത് ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാസ് ലാൻഡ് ഏരിയയാണ് ഈ പറയുന്ന ഡൗൺസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറൈസേഷൻ കണ്ടാൽ മനസ്സിലാവും. ഡൗൺസ് ആൻഡ് ഈ റീജൻസ് ഒന്ന് നോക്കുക. അപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഈ 4 റീജൻസുകളും നിങ്ങളത് കണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ എക്സാമിൻ്റെ ടൈമൊക്കെ ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള ചിലപ്പോൾ സമയം കിട്ടില്ലായിരിക്കാം, എങ്കിലും ഈ പറയുന്ന മാപ്പുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, എടുത്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡിനെ കുറിച്ച് ഒന്ന് നമുക്ക് ടെസ്റ്റും കൂടെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഇത് ഏതൊക്കെ കോണ്ടിനെൻറ്റിലാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് നമ്മൾ പഠിച്ചു. ഷോർട്ട് സമ്മർ ആൻഡ് ലോങ് വിൻ്റർ അത് ഓഫ് കോഴ്സ് നമ്മൾ നോക്കിയായിരുന്നു. 2 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ആയിരിക്കും ഇവിടെ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ വളരെ കുറവല്ലേ. നമ്മൾ ഓഫ് കോഴ്സ് അവിടെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു, അതായത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും വിൻ്ററാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, നല്ല ഹൈ എക്സ്പീരിയൻസ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പോലും അവിടെ എക്സ്പീരിയൻസ് ടെമ്പറേച്ചറൊക്കെ കുറവൊന്നുമില്ല, പക്ഷേ ചില സമയങ്ങളിൽ മാത്രം. പക്ഷേ അവിടുത്തെ ടെമ്പറേച്ചർ വിൻ്റർ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് കണ്ടോ, 2 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. റെയിൻഫാൾ നമ്മൾ നോക്കി 25 സെൻറ്റിമീറ്റർ ടു 16 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, അതേ നോക്കിയതാണ്. പിന്നെ വെറൈറ്റി ഓഫ് ഗ്രാസ് റീജൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതെന്ത് ചെയ്യുക, നോക്കാനായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ട് വരുന്ന ഇത് എന്താണ്, ജനങ്ങളുടെ ഒരു സബ്സിസ്റ്റൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ജനജീവിതം എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി ഒക്കെയാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് വേണ്ട അനിമൽ ഹസ്ബൻഡറി. ഇത് ഇത്രയൊന്നും നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഗ്രാസ് ലാൻഡ് ഏരിയാസുകളിൽ പ്രധാനമായിട്ടും അവിടെ എന്താണ്, അനിമൽ ഹസ്ബൻഡറി കൂടുതലായിട്ടും കാണാം. ഇടയ പരിപാലനം ഒക്കെ ആയിരിക്കാം. അത് നമുക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാസ് ലാൻഡ് ഏരിയ ആണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്ത് തന്നെയായിരിക്കാം, ഈ പറയുന്ന പാസ്ട്രൽ ഒരു ലൈഫ് സെറ്റിൽമെൻറ്റ്സ് ആയിരിക്കും അവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇടയ പരിപാലനവും ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും എന്ത് ചെയ്യും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ റീജിയൻസിൽ രണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ് ആൻഡ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് ആൻഡ് ദെൻ ഹോട്ട് ഡെസേർട്ട് റീജിയൻ, ഓഫ് കോഴ്സ് സാവന്ന ക്ലൈമറ്റ് റീജിയൻ, അതുപോലെ തന്നെ മൺസൂൺ ക്ലൈമറ്റ്,
ഇക്വേറ്റർ ക്ലൈമറ്റ്. ഈ 4 ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ച് നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മാപ്പ് റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, പഠിക്കുക. താങ്ക് യു. വെൽക്കം ബാക്ക് ടു സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് നമ്പർ 3. വെൽക്കം ബാക്ക് ടു സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് നമ്പർ 3.